നമസ്കാരം. വിലയേറിയ വാക്കുകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ചെറിയ ചെറിയ ഒന്ന് രണ്ട് വാക്കുകളേ ഉള്ളൂ. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഗംഗേട്ടനും ചന്ദ്രേട്ടനും ഒക്കെ ചന്ദ്രേട്ടൻ ഗംഗേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ അത് ശരിക്കും ഏട്ടന്മാരായിട്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ ഗൃഹലക്ഷ്മിയുടെ പടം അല്ല നമ്മൾ കോഴിക്കോട് ഷൂട്ടിംഗ് പോയെങ്കിലും എല്ലാവർക്കും ഗൃഹലക്ഷ്മിയുടെ പടം ഷൂട്ടിംഗ് എന്നൊരു ഫീലിംഗ് ആണ്. കാരണം അത്രത്തോളം ഈ ഷൂട്ടിംഗ് സ്ഥലത്തും ഷൂട്ടിംഗ് കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങളാണ്. പ്രത്യേകിച്ച് ഗംഗേട്ടനാണ് ചെറിയ ആളായതുകൊണ്ട് മൂപ്പര് ഈ അനിയനെ കുറിച്ച് ആവശ്യമില്ലാതെ ലാളിച്ച് സിനിമക്കാരനാക്കി വിട്ടിട്ടുണ്ട്. അതെ, അതുപോലെ ഷെറിൻ എല്ലാവരും ഞങ്ങൾ വളരെ അടുത്ത കുടുംബങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. ഈ കുട്ടികളൊക്കെ വലുതായി സിനിമ നിർമ്മാതാക്കളായി. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അഹിംസ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാൻ വേണ്ടിയാണ് ഗംഗേട്ടനും ദാമോദരൻ മാസ്റ്ററും കൂടെ തൃഷ്ണയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കൊടൈക്കനാൽ എന്നെ കാണാൻ വന്നു. അപ്പോൾ അഹിംസ എന്ന് പറയുന്ന പടത്തിൽ റോളുണ്ട്. ആ റോളിൽ അഭിനയിക്കാൻ താങ്കളേ ഉള്ളൂ. ആ പടം അവർ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിന് എത്രയോ ആൾക്കാരുണ്ട്. എന്നാലും ആ വാക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഇവർ മറന്നില്ല. ഞാനേ ഉള്ളൂ എന്ന്. ഞാനെല്ലാവരും ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്കങ്ങനെ ഒരു വേഷം തരുമ്പോൾ എന്നെ അത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. എനിക്ക് അതിനുശേഷം ആ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് കിട്ടുന്നത് ആ സിനിമയിലാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്. അതെനിക്ക് പക്ഷേ വളരെ ചെറുപ്പത്തിലേ കിട്ടിയ ഒരു പ്രോത്സാഹനമാണെങ്കിലും കുറച്ചെന്നെ അവാർഡ് അനാവശ്യമായിട്ട് മോശമാക്കിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്തൊരു ചെറിയ അഹന്തയും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാലും എനിക്കതൊരു വലിയ ധൈര്യമായിരുന്നു. കാരണം സിനിമ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നപ്പോഴും സിനിമയുടെ അതൊരു യാഥാർത്ഥ്യമായി കണ്ടപ്പോഴും അതിന് പുരസ്കാരങ്ങളും ഒക്കെ കിട്ടാനും ഗംഗാധരൻ്റെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ്റെ ഈ അഹിംസ എന്ന് പറഞ്ഞ പടമാണ്. ദാമോദരൻ മാസ്റ്റർ, IV ശശി, അവരാരും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല. അവരെല്ലാവരും നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഒരുപക്ഷെ ഇത്രയും നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിത്തന്ന ചെമ്മീനൊക്കെ ശേഷം വലിയ ഖ്യാതി ഉണ്ടാക്കിയ സിനിമയാണ് വടക്കൻ വീരഗാഥ. ആ സിനിമയിൽ പ്രധാന വേഷം അഭിനയിക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിലും ഇവരുടെയൊക്കെ അനാവശ്യമായ ദുർവാശിയും സ്വാർത്ഥതയുമുണ്ട്. എന്നെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊക്കെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇത് പുതിയ തലമുറയുടെ പുതിയ കാലത്തിൻ്റെ സിനിമകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാലും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളൊക്കെ എവിടെയുണ്ട്. അപ്പം ഞാനും ഈ തലമുറയിൽപ്പെട്ട ആളാണല്ലോ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന തലമുറയിലുള്ളവരാണ് നമ്മൾ. അപ്പം അതിൽ പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ മാറും അല്ലേ. ഇപ്പം ഞാനും വിജിയും ചന്ദ്രേട്ടനും ഒക്കെ ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ്. നമ്മളൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തലമുറ. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. ഇവരൊക്കെ ചിലർ ഈ വളരെ കുറച്ച് ആളുകൾ ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലുള്ളവരാണ്. ഏതായാലും സിനിമ എന്ന് പറയുന്ന കല പല രൂപത്തിലും ഭാവത്തിലും പല വ്യത്യസ്ത നിറങ്ങളിലും നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഇനി അങ്ങോട്ട് സിനിമയുണ്ടാവും. ഇതൊരു പുതിയ സിനിമാ സംരംഭമാണ്. ഈ ഗംഗാധരേട്ടൻ്റെ 3 പെൺകുട്ടികളാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. അതൊരു വലിയ മഹാസംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള നിർമ്മാതാക്കളായി വരുന്നത്, അതും ഒരു തലമുറ അത്രയും ധൈര്യക്കുറവിൻ്റെ കാര്യമായിട്ടല്ല, എന്നാലും മറ്റു തൊഴിലുകൾ ചെയ്യാമായിരുന്നിട്ടും ബിസിനസ് ചെയ്യാമായിരുന്നിട്ടും സിനിമയെ തന്നെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിനൊക്കെ എല്ലാത്തിനും ഒരു പാരമ്പര്യവും ഒരു പിന്തുടർച്ചയും ഉണ്ടാവണം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഈ പെൺകുട്ടികൾ നയിക്കട്ടെ ഇനി അങ്ങോട്ട്. വളരെ സന്തോഷമാണ്. അപ്പോൾ അവരുടെ സിനിമയിലും അതിൻ്റെ ഒരു പ്രത്യേകത കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഞ്ജയ് ബോബിയുടെ അച്ഛൻ ബോബി ഇവിടെ ചെറുപ്പക്കാരനായ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ മക്കളേക്കാൾ 2 വയസ്സ് പുള്ളിക്ക് കുറവാണ്. പ്രേംപ്രകാശ്, പിന്നെ സംവിധായകൻ, ഇവരൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്. ഇവിടത്തിൻ്റെ പ്രധാന നടന്മാർ 2 പേര്. അടി വന്നിട്ടില്ലേ?
പ്രധാന നടന്മാർ രണ്ടുപേരുമാണ്. അതിപ്പോൾ എനിക്കിങ്ങനെ തോന്നണം കേട്ടോ. കാരണം എല്ലാവർക്കും പാട്ട് ഗാനം എല്ലാവരും ഉണ്ട്. ഇത് സിനിമയുടെ പേര് അർത്ഥവത്താവട്ടെ, ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക്. ഈ സിനിമയുടെ മഹത്വവും ഈ സിനിമയുടെ വ്യാപാരവും ബിസിനസ്സും ഒക്കെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി ഒരു പേഴ്സണൽ ടച്ചുള്ള ഒരു പ്രൊഡക്ഷൻ സിനിമയുമാണ്. ഇതിൻ്റെ വിജയങ്ങൾ ഞാനും